LDF തുടരും, UDF വളരും, LDF തായും. സ്വരാജ് വളരും, സ്വരാജ് തായും, വാപ്പുട്ടി വളരും. അതാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വായിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞു. എനിക്ക് നിലമ്പൂരുകാരോട് പറയാനുള്ളത്, ഇങ്ങനത്തെ ഈ കാണുന്ന വികസനത്തിന്റെ ഒക്കെ വാപ്പ ആര്യാടൻ സാറ അല്ല. ഒരു 9 കൊല്ലം ഇവിടെ MLA പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് എന്ത് കിട്ടി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നു. 9 കൊല്ലം 10 കൊല്ലം മുമ്പ് ഒരു കോളേജ് തന്നു. ആ കോളേജ് തന്നിട്ട് ആ കോളേജിൽ ഇന്നേ വരെ സ്ഥലം ഒരു MLAയും ഒരു ഗവൺമെന്റും ഉണ്ടായിട്ട് നിലമ്പൂർക്കാർക്ക് കിട്ടിയോ? തൊട്ടടുത്ത കൊണ്ടോട്ടി മണ്ഡലത്തിലും ഒരു ഗവൺമെന്റ് കോളേജ് കൊടുത്തു. ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ TV ഇബ്രാഹിം അവിടെ 240 കോടി രൂപയുടെ ബിൽഡിംഗും വന്നു, സ്ഥലവും കിട്ടി, എല്ലാം കിട്ടി. എന്തെങ്കിലും കിട്ടല് ഭരിക്കാൻ കഴിയണം, നടപ്പാക്കാൻ കഴിയണം. അല്ലാത്തവരങ്ങനെ ജയിപ്പിച്ചിട്ട 2 പ്രാവശ്യം നമുക്ക് കൈപ്പേ പറ്റുമല്ലോ. ഈ പ്രാവശ്യം നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സെമി ഫൈനൽ തെരഞ്ഞെടുപ്പ് നിരക്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഷൗക്കത്തിനെ വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാരായ ആളുകൾ, ഞാൻ ആഗോളത്തേക്ക് ഒന്നും പോണില്ല. നിങ്ങൾ ആലോചിക്കുക, അവനാനിപ്പോ ഒരു ബിൽഡിങ്, ഒരു പേര കയറ്റണമെങ്കിൽ, ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ 350 ഉറുപ്പിക ഉണ്ട്. 3650. അതാണ് പിണറായിന്റെ നേട്ടം. അതിന് വേണം വോട്ട് കൊടുക്കേണ്ടത്. അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കണം. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആന റോട്ടിക്ക്, പന്നി റോട്ടിക്ക്, കരടി റോട്ടിക്ക്, എല്ലാ റോട്ടിക്ക്. അത് കഴിഞ്ഞു നായ്ക്കളെ കൊണ്ട് നാട്ടിൽ കിടക്കുക, റോട്ടിൽ കൂടെ അടക്കാൻ പറ്റും. എന്നിട്ട് മന്ത്രി പറഞ്ഞിട്ട് നായ്ക്കളെ വന്ധീകരണം നടത്തും. വന്ധീകരണം നടത്തി അത് പെടൂലെന്നുള്ളൂ, തൊള്ളോട്ടാണ് കടിച്ചത്. അതിനെന്തെങ്കിലും മാർഗം വേണ്ടത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ഗവൺമെന്റ് നിങ്ങൾ ആലോചിച്ചൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് അല്ലേ? അപ്പൊ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട ബഹുമാന MK പ്രൊഫസർ MM ഹസൻ സാഹിബ് ഒക്കെ പ്രസംഗിച്ച പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഒക്കെ തള്ളല്ലേ. ഇവിടെ പറഞ്ഞ മുഖ്യമന്ത്രിന്റെ ആ മേക്കപ്പും കാര്യത്തിനാണ് 1,12,00,000. ആ മോറൊക്കെ ഒന്ന് ചിരിച്ച മോറാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ മൂറ് നിങ്ങൾക്ക് അറിയാം, നമ്മളെ ആശുപത്രി മൂറ് മുഖാന്ന് നിങ്ങൾക്ക് തിരിയല്ലോ. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കണോ വേണ്ടതെന്ന് അറിയുന്നത്. പിന്നെ കോൺഗ്രസും ലീഗും നിന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഉരുക്ക് കോട്ടയാണ് നിലമ്പൂർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 139 നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തെ ഈ അഴിമതി ഭരണത്തെ താഴെ ഇറക്കാൻ, ആ ഗവൺമെന്റ് താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഭരണ നൈപുണ്യം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായി, നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായി, അതുപോലെ തന്നെ ഒരുപാട് ഭരണ നൈപുണ്യം കൊണ്ട് ഒരുപാട് അവാർഡുകൾ ലഭിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വാപ്പുട്ടി. അതുകൊണ്ട് വാപ്പുട്ടിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ചിഹ്നമായ കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ എന്താ പറയുക, പ്രിയങ്കാജി വരുന്നുണ്ട്, 2-3 മിനിറ്റുള്ളൂ. ഇനി ഞാൻ പ്രസംഗിച്ചിട്ടുകാരല്ല, ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേ നോക്കിക്കൊണ്ട് പോകുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ നോക്കില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.